ആരാധിക്കുക. Hallelujah. Oh, we worship you, Lord. We give you glory. We give you honor. We give you praise. Oh, we worship you, Lord. Hallelujah. അപ്പോൾ അവൻ എന്താണ്? അവൻ നീതിമാനാണ്, അവൻ നീതീകരിക്കുന്നവനുമാണ്. അവൻ ആരെ നീതീകരിക്കുന്നത്? എന്നെയും നിങ്ങളെയും നീതീകരിക്കുന്നവനാണ്. പക്ഷേ നിയമം മാറ്റിവെച്ചിട്ടല്ല. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നിയമം അസാധുവാക്കുവാനല്ല വന്നത്, നിയമം പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്. I have not come to set aside the law, but I come to fulfill the law. Hallelujah. Are you with me? Amen. Hallelujah. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പലരും ഉണ്ട്, ദൈവം സ്നേഹമാണ്, ദൈവം എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എല്ലാവരും രക്ഷ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞ് സാത്താന്റെ കബളിപ്പിന്റെ അടിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ യേശുവുമായിട്ട് നിത്യത ചെലവഴിക്കുന്നത് ആരാണ്? നീതിമാൻ മാത്രം. ഹല്ലേലൂയ. നീതിമാന്റെ പ്രത്യേകത എന്താണ്? അവൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നു. പറഞ്ഞേ, നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു എന്ന് പറഞ്ഞേ. ഞാൻ വിശ്വാസം വഴി ജീവിക്കും. ഞാൻ വിശ്വാസം വഴി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം. പലരും അത് അത്ര കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ഹല്ലേലൂയ അങ്ങനെ ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ വേറൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരിതാണ്, ദാറ്റ് നമ്മൾ ഈ ക്രിസ്ത്യ ജീവിതം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുകയും അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ വാഗ്ദാനം ചെയ്ത വിശ്രമത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം ഇതാണ്, പലപ്പോഴും നമ്മൾ തുടങ്ങിയ ക്രിസ്ത്യ ജീവിതം തുടങ്ങിയ അതേ അവസ്ഥയായിരിക്കും അവസാനം വരെ എന്നൊരു തെറ്റായ ബോധ്യമുണ്ട്. നമ്മൾ ക്രിസ്ത്യ ജീവിതം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്ത്യ ജീവിതം നമ്മൾ നയിക്കുകയാണ്. അത് നയിക്കുമ്പോൾ എൻ്റെ അവസാനം വരെ ഇതേപോലെയായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഇതേ പാറ്റേൺ ആയിരിക്കും എന്ന് തെറ്റായ ഒരു ബോധ്യമുണ്ട്. നമ്മൾക്കറിയാം, ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം അത് ഒരു പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച്. എങ്ങനെയുള്ള വ്യക്തികളുടെയാണ് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ വന്നതെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം നേരത്തെ പറഞ്ഞില്ലേ, അവൻ നീതിമാനാണ്, അവൻ നീതീകരിക്കുന്നവനുമാണ്. വായിച്ചേ. ഇസ്രായേൽ ജനം 40 സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം എല്ലാം നല്ല തടിയും വണ്ണവും വീതിയും നീളവും പൊക്കവും എല്ലാം ഉള്ളവരായിരുന്നു. കണ്ടാൽ നല്ല എന്നാ പറയുന്നത്, ഫിറ്റ് ടു ബി മേഡ് എ കിങ്, അങ്ങനെയുള്ളവരായിരുന്നു. പലപ്പോഴും നമ്മൾ ഒരു പുറത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവൻ എപ്പോഴും അവൻ്റെ കക്ഷത്തിൻ്റെ അടിയിൽ ഒരു ബൈബിളുണ്ട്, എപ്പോഴും കാണുമ്പോൾ ഹല്ലേലൂയ പറയുന്നവനാണ്, എപ്പോഴും കാണുമ്പോൾ പ്രൈസ് ദ ലോർഡ് പറയുന്നവനാണ്, അതുകൊണ്ട് അവൻ തീർച്ചയായിട്ടും രക്ഷ പ്രാപിച്ച് കാണും എന്നൊക്കെ വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ദൈവം നോക്കുന്നത് പുറമേയുള്ള ചില കാര്യങ്ങളല്ല, ദൈവം നോക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെയാണ്. അവൻ ഹല്ലേലൂയ, അവൻ രാജാവായിട്ട് തിരഞ്ഞെടുത്തത് നല്ല മല്ലനൊന്നും അല്ല, അവൻ തിരഞ്ഞെടുത്ത ഒരു ആട്ടിടയനെയാണ്. അവന് വേണ്ടത് നിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. ആ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ചിലപ്പോൾ പാപത്തിൽ വീഴുന്നവരാണ്. ആരൊക്കെ പാപത്തിൽ വീണിട്ടുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാം വായിക്കേണ്ടത് സങ്കീർത്തനം 51-ാമത്തെ സങ്കീർത്തനമാണ്. അവിടെ ഇത്രയധികം പാപം ചെയ്ത ആ വ്യക്തിയെ പോലും ദൈവം എന്താണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നത്? ഹി ഈസ് എ പേഴ്സൺ ഹൂസ് ഹാർട്ട് ഇസ് അൺടു മൈൻ. എൻ്റെ ഹൃദയത്തോട് ചേർന്നവനാണ് ദാവീദ്. അവൻ കൊലപാതകം ചെയ്തു, അവൻ വ്യഭിചാരം ചെയ്തു, അവൻ വേറെ പല കാര്യങ്ങളും ചെയ്തു. എങ്കിലും പ്രിയപ്പെട്ടവരെ, യേശുവുമായിട്ട് നമുക്ക് ഇന്നൊരു ബന്ധമുണ്ടെങ്കിൽ അവൻ നിന്നെ സ്വീകരിക്കും, തിരികെ സ്വീകരിക്കും. കാരണം ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. അവൻ എൻ്റെ നിങ്ങളുടെയും പാപമോചനത്തിന് വേണ്ടിയാണ് മരിച്ചത്, അല്ലാതെ നീതിമാന് വേണ്ടി അല്ല മരിച്ചത്. പാപിയെ തേടി രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ദൈവത്തെ മുറുകെ പിടിക്കേണ്ടവനാണ്. പക്ഷെ ഞാൻ വലിയവനാണ്, ഞാൻ രക്ഷപ്പെട്ടവനാണ്, എനിക്കൊരു കുറവുമില്ല, അങ്ങനെ നല്ല യുദ്ധം ചെയ്യാനായിട്ട് ഉള്ളവർക്ക് എന്ത് സംഭവിച്ചു? വായിച്ചേ. പുരുഷന്മാരെല്ലാം, യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിന്റെ വാക്ക് കേൾക്കാഞ്ഞതുകൊണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കമ്പാരബിൾ എന്താണ്? ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട് മരിച്ചുപോയി. എന്ത് സംഭവിച്ചു? മരിച്ചുപോയി. എങ്ങനെ മരണമാണ്? എല്ലാവരും മരിക്കും. ലാസറസ് മരിച്ചു. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു ശരീരത്തിന്റെ മരണം മാത്രമല്ല, ഒരു ആത്മാവിന്റെ ഒരു മരണവും ഉണ്ടാകും. ഹല്ലേലൂയ. വായിക്ക്. അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ല.
കർത്താവ് ശപഥം ചെയ്തു. ഹല്ലേലൂയ. നമ്മൾക്കറിയാം, എല്ലാവരും പലപ്പോഴും നമ്മൾ ഈ വചനമുണ്ടല്ലോ എല്ലാം നമുക്ക് കോട്ട് ചെയ്യാൻ എളുപ്പമാണ്. അത് മനസ്സിലാക്കാനും അത് എൻ്റെ വചനമാണ്, ഞാൻ ഏറ്റെടുത്തു ഇത് തലയിൽ വലിയ ഭാരം ഏറ്റെടുക്കുന്നത് പോലെയാണ്. പ്രിയപ്പെട്ടവരെ, പലവരും ഗലാത്യർക്ക് 3-14 വചനം പറയുന്നുണ്ട്, യേശുക്രിസ്തു ആ കുരിശെ തൂങ്ങി എനിക്ക് നിങ്ങൾക്കും വേണ്ടി ശാപമായത് എന്തിനു വേണ്ടിയാണ്? എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും വിജാതിയർ പ്രാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എബ്രഹാമിൻ്റെ സന്തതിയാണ്. അപ്പോൾ എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. പ്രിയപ്പെട്ടവരെ, ആ തേനും പാലും ഒഴുകുന്ന ആ കാനാൻ ദേശം എബ്രഹാമിന് വാഗ്ദാനം ചെയ്തതാണ്, ശരി. പക്ഷേ എബ്രഹാമിൻ്റെ വിശ്വാസത്തിലുള്ള ഒരു സന്തതിയാണോ? ആർ യു എ ചൈൽഡ്? ആർ യു എ ഹെയർ ഓഫ് ഹിസ് ഫെയ്ത്ത്? എബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് അവൻ്റെ സന്തതി. അതുകൊണ്ടാണ് റോമർക്ക് 8 പിന്നെയും പറയുന്നുണ്ട്, ഓൾ ഇസ്രായേൽ ഇസ് നോട്ട് ഇസ്രായേൽ. ഒന്ന് വായിച്ചേ, റോമൻസ് 8. ഹല്ലേലൂയ. അപ്പോൾ പറയാം, റോമൻസ് 9:6. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും നമ്മൾ ഒരു തെറ്റായ ഒരു ബോധ്യത്തിലാണ്, ഞാൻ രക്ഷ പ്രാപിച്ചു, ഞാൻ ഈ സഭയിലാണ് പോകുന്നത്, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം അതൊന്നുമല്ല നോക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് 2 തരത്തിലുള്ള ഇസ്രായേലുണ്ട്. ഒന്ന്, ഒരു ശാരീരികമായ ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ ജനം എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇസ്രായേൽ വംശത്തിൽ 12 ഗോത്രത്തിൽ ഉള്ള ഒരു അംഗം. പക്ഷേ യേശുക്രിസ്തു കാണുന്ന ഒരു ഇസ്രായേലുണ്ട്. ആ ഇസ്രായേലിൻ്റെ എന്താണ് വിശേഷം? ആ ഇസ്രായേലിൻ്റെ പേര് എന്താണ്? ഈസ് പ്രിൻസ് വിത്ത് ഗോഡ്. ദൈവത്തോടു കൂടിയുള്ള രാജകുമാരനും രാജകുമാരികളുമാണ്. അവർക്ക് ഇന്ന രാജ്യത്തെയല്ല. കാരണം അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലെ ഒരു സ്ഥലത്തെ പൗരന്മാരല്ല, അവരെല്ലാവരും സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ്. അങ്ങനെയുള്ള ഒരു ഇസ്രായേലിനെയാണ് ദൈവം ഇന്ന് തെരഞ്ഞെടുക്കുന്നത്. വായിച്ചേ, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ it says like this, but it is not that the word of God has taken no effect, for they are not all Israel who are Israel. They are not all Israel who are Israel. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 2 തരത്തിലുള്ള ഇസ്രായേൽ ഉണ്ട്. ഒന്ന് വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇസ്രായേൽ, പിന്നെ ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച, ഹൃദയം സമർപ്പിച്ച ദൈവത്തിൻ്റെ രാജകുമാരനും രാജകുമാരിയുമായിട്ടുള്ള ഇസ്രായേൽ. ഒന്ന് ശാരീരികമായ ഇസ്രായേൽ, മറ്റത് ആത്മീകമായ ഒരു ഇസ്രായേൽ. ശാരീരികമായ ഇസ്രായേൽ ആയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ആത്മീയ തലത്തിൽ നമ്മൾ ഇസ്രായേൽ ആയിരിക്കണം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചു. പിന്നെ അബ്രാഹത്തിന്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. എബ്രാഹത്തിന്റെ സന്തതി. എനിക്കൊരു നല്ല ക്രിസ്തീയ പേരുണ്ട്. ഞാനൊരു നല്ലൊരു സഭയിലെ, അഭിഷേകമുള്ള ഒരു സഭയിലെ അംഗമാണ്. ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയുടെയും പേരൊക്കെ ക്രിസ്ത്യാനികളാണ്, അല്ലെ വിശ്വാസികളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ എബ്രഹാമിൻ്റെ സന്തതി, എബ്രഹാമിൻ്റെ വാഗ്ദാനങ്ങൾ അവരുടെ അവകാശമാണ്. ആ അവകാശത്തിന് യോഗ്യതയുള്ളത് എബ്രഹാമിൻ്റെ ഒരു വിശ്വാസമുള്ളവനാണ്. യു മസ്റ്റ് ബി എ ഹെയർ ഇൻ ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൻ വിശ്വസിച്ചു, അത് അവന് നീതീകരിച്ചു. That is, he believed and God accounted it to him for righteousness. അവന് നീതീകരണമായിട്ട് കണക്കാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നീതിമാനാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്. അങ്ങനെയുള്ളവനാണ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്. പ്രിയപ്പെട്ട, അധികം സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പോയി വായിക്കണം. സംഖ്യാ പുസ്തകം 14-ാമത്തെ അധ്യായം 27 മുതൽ 37 വരെയൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് പറയാം. ദൈവം മടുത്ത് ആ ജനത്തെ ശിക്ഷിക്കുകയാണ്. ഇത്രയധികം ദൈവം അവരെ സ്നേഹിച്ച് അവരെ പരിപാലിച്ച് ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് പോലും അവർ പൊറുത്തു. പക്ഷെ അങ്ങനെ പൊറുക്കുന്നവർക്ക് ദൈവം ശിക്ഷ തന്നെ തരികയുള്ളൂ. അതുകൊണ്ട് നേരത്തെ വായിച്ചു കേട്ടില്ലേ, ഹൗ ഷാൽ വി എസ്കേപ്പ് സോ ഗ്രേറ്റ് how shall we escape punishment if we neglect so great a salvation? അല്ലേ? അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, അല്ലേ? നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലേ? Unless you are born again, അല്ലേ, you will not be able to see the kingdom of God.
അല്ലേ? ഒന്ന് വായിച്ച് സിസ്റ്ററെ, യോഹന്നാൻ 3:3. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. കാണുന്നത് എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ? കാണുന്നത് ഇക്കരെ നിന്നാണ്. ചെങ്കടൽ കടന്ന ഉടനെ നമ്മൾക്ക് അങ്ങ് ദൂരെ 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 നമ്മൾക്ക് ആ കാനാൻ ദേശം കാണാം. അപ്പോൾ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ജനിക്കണം. ആ ജനനം എവിടെ കൂടിയാണ്? ആ ചെങ്കടലിലൂടെ ഉള്ളൊരു സ്നാനത്തിലൂടെ. ദർ ഇസ് എ ബാപ്റ്റിസം ഇൻ ദ റെഡ് സീ. അങ്ങനെ വരുന്നവനാണ് ദൂരെ നമ്മൾക്ക് ആ വാഗ്ദാന ദേശം കാണാൻ പറ്റുക. മോശയും കണ്ടു, അല്ലേ? മോശ തീർച്ചയായിട്ടും അത് കണ്ടു. അങ്ങനെ അത് എന്താണ്? നമ്മളുടെ ഒരു രക്ഷയുടെ ആദ്യത്തെ ഒരു അനുഭവമാണ്. നമ്മൾ രക്ഷ പ്രാപിച്ചു, ദൈവം വാഗ്ദാനം ചെയ്ത ആ സ്ഥലം നമുക്ക് ദൂരെ കാണാം. പക്ഷേ അത് കണ്ടിട്ട് കാര്യമുണ്ടോ? നമുക്ക് അവിടെ പ്രവേശിക്കണം. ആ പ്രവേശനത്തെക്കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ വിശ്രമം എവിടെയാണ്? വിശ്രമം അപ്പുറത്താണ്. അങ്ങനെ നമ്മൾ ചെങ്കടലിൻ്റെ ഈ കരയിൽ നിന്ന് നമ്മൾ ആ വിശ്രമമാകുന്ന ആ വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് ഒരു നടപ്പുണ്ട്. ആ നടപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ്? പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പീഡനങ്ങളുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നമ്മളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൽ ഉള്ള വിശ്വാസം മാത്രം. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പലരും പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഇവിടെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളുണ്ടോ? ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ വാഗ്ദാനം ചെയ്യാം ഒരു കാര്യമുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിനെ ആശ്രയിച്ച് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുകയാണെങ്കിൽ അവിടെ ഹല്ലേലൂയ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, 23-ാമത്തെ അധ്യായം സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്, ഐ വിൽ നോട്ട് വാണ്ട്, ഐ ഷാൽ നോട്ട് വാണ്ട്, ഐ ഡു നോട്ട് വാണ്ട്. എനിക്ക് ഒരു മേഖലയിലും കുറവുണ്ടാകുകയില്ല. താൽക്കാലികമായ ചില പിന്മാറ്റം, ചില ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്കരെ ആ ഒരു കാനാൻ ദേശം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹെബ്രായർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്, ഹൂ ഫോർ ദ ജോയ് ദാറ്റ് വാസ് സെറ്റ് ബിഫോർ ഹിം എൻഡ്യൂർഡ് ദ ക്രോസ്. ഹൂ ഫോർ ദ ജോയ് that was set before him endured the cross. ഇന്ന് നമ്മളുടെ പെട്ടെന്ന് വായിച്ചത്, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും. വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാതെ മനുഷ്യന്റെ വാഗ്ദാനമല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷമോർത്ത് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മളുടെ നേരെ വരുന്ന കുരിശുകൾ, പ്രയാസങ്ങൾ, പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മൾ എങ്ങനെയാണ് അത് സ്വീകരിച്ച് നമ്മളുടെ ഓട്ടം നടത്തേണ്ടത്? ആ ക്ഷമയോടെ. അവിടെ ഒരു സന്തോഷം, വിശ്രമം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ നമ്മൾ മുന്നേ കണ്ടിട്ട് വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആണ് നമ്മളുടെ പൂർണ്ണമായ ആശ്രയം യേശു ക്രിസ്തുവിലായിരിക്കും. അതുകൊണ്ടാണ് അടുത്ത വചനം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ ആ വാഗ്ദാന ദേശം കാണുക മാത്രമല്ല, അങ്ങനെ നിങ്ങളൊരു വിശ്വാസ ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ പറ്റും. വായിച്ചേ. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പൊ ആദ്യം ദൈവത്തിന്റെ വചനം പറയുന്നത് ആ വാഗ്ദാന ദേശത്തെ അല്ലെങ്കിൽ വിശ്രമത്തെ കാണുക. രണ്ടാമത്തെ വചനം എന്താ പറയുന്നത്? അതിലേക്ക് പ്രവേശിക്കുക. കണ്ടവരെല്ലാവരും ആ രക്ഷ പ്രാപിച്ച് യേശുവിനെ രക്ഷകനാഥനായിട്ട് ഒന്ന് സ്വീകരിച്ച് അങ്ങനെ ഒരു മാനസാന്തരപ്പെട്ട വ്യക്തികളെല്ലാം വാഗ്ദാന ദേശം കണ്ടവരാണ്. പക്ഷേ അതിൽ പ്രവേശിച്ചത് നമുക്കറിയാം. സംഖ്യാപുസ്തകമൊക്കെ വായിക്കുകയാണെങ്കിൽ വളരെ നമുക്കറിയാം. നേരത്തെ വായിച്ചു കേട്ടോ, നല്ല യുദ്ധത്തിന് മല്ലന്മാരായ എല്ലാവരും അവിടെ മരുഭൂമിയിൽ തന്നെ മരിച്ചു വീണു. അവർ കാണുക മാത്രമേ ചെയ്തുള്ളൂ, അവർ പ്രവേശിച്ചില്ല. ഐ വിത്ത് മീ? പക്ഷെ നമ്മളുടെ ക്രിസ്ത്യ ജീവിതം മരുഭൂമിയിൽ അവസാനിക്കേണ്ടതാണോ? ആണോ? അല്ല. നമ്മളുടെ ക്രിസ്ത്യ ജീവിതം അവസാനിക്കേണ്ടത് യേശു ക്രിസ്തുവിനോട് കൂടെ നിത്യത ചെലവഴിക്കുന്നതിലാണ്. ദാറ്റ് ഇസ് ദ ഗോൾ, ദാറ്റ് ഇസ് ദ റെസ്റ്റ് ദാറ്റ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? രണ്ട് കാര്യം പറയുന്നുണ്ട്. ദോസ് ഹു ആർ ബോൺ ഓഫ് വാട്ടർ ആൻഡ് സ്പിരിറ്റ്, വെള്ളവും ജലത്താലും ആത്മാവിനാലും ജനിച്ചവർക്ക് മാത്രമേ എവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എഫിഷ്യൻസ് 5-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? അവിടെ വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് വെള്ളം? നിങ്ങൾ ആലുവ പുഴയിൽ പോയി മുങ്ങിയാൽ മതിയോ? ഹലോ, ആലുവ പുഴയിൽ പോയി മുങ്ങുന്നതല്ല. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും
അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ എഫിഷ്യൻസ് 5:26. അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എഫിഷ്യൻസ് 5:26 ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. Hallelujah. It says that he might sanctify and cleanse her with the washing of water by the word. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളവനാക്കി. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണോ ഒന്ന് എന്താണ് വേണ്ടത്? there must be a separation. ഹല്ലേലൂയ. ഒരു സെപ്പറേഷനും വേണം, ഒരു ജസ്റ്റിഫിക്കേഷനും വേണം. അതൊന്നും കൂടെ വായിച്ചു സിസ്റ്റർ. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നത് that is sanctification, a separation. ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. that is a cleansing by the word. അങ്ങനെ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഒന്ന് ഒരു സെപ്പറേഷൻ, മറ്റത് ഒരു ക്ലെൻസിങ്. ഇത് രണ്ടും നടന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് സെപ്പറേഷൻ? നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വായിച്ച് മനസ്സിലാക്കിയതാണ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ കൽപ്പനയനുസരിച്ച് എബ്രഹാം ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ദേശത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിഗ്രഹാരാധനയുടെ ദേശം, അല്ലെങ്കിൽ ഏതെങ്കിലും മ്ലേച്ഛതയുടെ ദേശം, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധനത്തിൻ്റെ ശാപത്തിൻ്റെ ദേശത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ആ ദൂത് കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പോവുകയാണ്. ആരൊക്കെ നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു തീരുമാനം എടുക്കണം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കാരണം ഇറങ്ങുന്നവർക്ക് ദൈവം വാഗ്ദാനം അനുസരിച്ച് അനുഗ്രഹമേ വെച്ചിട്ടുള്ളൂ. ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നത് നമ്മളെ കൊല്ലുവാനല്ല. അതുകൊണ്ടാണ് ഹൃദയകാഠിന്യം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വന്നപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണ്? ഇവിടെ കൊല്ലുവാൻ വേണ്ടിയാണോ? അല്ലേ? They don't understand the love of God. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ പ്ലാനോ പദ്ധതിയെക്കുറിച്ചോ അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ഹൃദയകാഠിന്യം മൂലം അവരുടെ കണ്ണുകൾ അന്ധമായി പോയി. ഇപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആ ഒരു നമ്മളുടെ കണ്ണുകൾ തുറക്കണം. എഫിഷ്യൻസ് ലേഖനത്തിൽ പറയുന്നത് that the eyes of the understanding may be opened എന്നാണ് പറയുന്നത്. that the eyes of the understanding may be opened. അങ്ങനെ ആവുകയാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെയും ജസ്റ്റിഫിക്കേഷൻ, നീതീകരിക്കുക. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കുരിശിലുള്ള പ്രവൃത്തി, പൂർത്തീകരിച്ച പ്രവൃത്തി. ഇനി അതിന് ആർക്കും ഒന്നും കൂട്ടാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. no one can add to it. അത് ഒരിക്കൽ യേശുക്രിസ്തു നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചവരാണ്. ആ മരണം വഴിയാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് രണ്ട് കാര്യം സംഭവിക്കണം. ഒന്ന്, ഒരു സെപ്പറേഷൻ നടക്കണം. നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ എൻ്റെ പൗരത്വം ഈ ലോകത്തിലുള്ളതല്ല, അതിനുപരി ഞാൻ സ്വർഗരാജ്യത്തിലെ പൗരനാണ് എന്ന് തീരുമാനിച്ച് ഞാൻ ഇനി മുന്നോട്ട് ജീവിക്കുന്നത് ഈ ലോകത്തെ പ്രിൻസിപ്പിൾസിലല്ല, പക്ഷേ ഞാൻ ജീവിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസിലാണ്. ദ കിങ്ഡം ഓഫ് ദ ഗോസ്പിൾ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുക എന്ന്. അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കണം. പിന്നെ ബോൺ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? യോഹന്നാൻ 3-ാമത്തെ 6-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അവിടെയും ആത്മാവിനാൽ ജനിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ 6:63 വായിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ജഡം ഒന്നിനും, the flesh profits nothing, it is a spirit that gives life എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ 3-ാമത്തെ 6-ാമത്തെ വചനം അതും പറയുന്നുണ്ട്. എങ്ങനെയാണ്? that which is born of flesh is flesh. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്. മാംസത്തിന് എന്താ സംഭവിക്കുക? മരണമുണ്ടാകും. അല്ലേ? എല്ലാവരും മരിക്കണം. മാംസം മരിച്ച് അത് ഇല്ലാതെയാകും. പക്ഷേ ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ആത്മാവിന് നിത്യതയുണ്ട്. There is eternal life for the spirit. Hallelujah. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജഡമല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിനുപരി ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് അറിഞ്ഞ വ്യക്തികൾ പോലും വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മളുടെ ആദ്യ സ്നേഹത്തെ നമ്മൾ മറന്നു പോവുകയാണ്. ആ ഫസ്റ്റ് ലവ് നമ്മൾ ഇല്ലാതെയാകുകയാണ്. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം 3-ാമത്തെ 3-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം ആത്മാവ് ചോദിക്കുകയാണ്, ഒരു ചോദ്യം ആ ജനത്തോട് ചോദിക്കുകയാണ്. ആ ചോദ്യം ഇന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി ചോദിക്കുകയാണ്. ഇത് നിങ്ങൾ തന്നെ പരിശോധിച്ച് നിങ്ങൾ തന്നെ ആലോചിക്കണം, ഇത് എനിക്കുള്ളൊരു ദൂതാണോ, എനിക്കുള്ളൊരു താക്കീതാണോ എന്ന്. വായിച്ചേ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ?
പലവരും യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമൊക്കെ സ്വീകരിച്ചപ്പോൾ അവരുടെ ആ ദൈവവുമായിട്ടുള്ള ബന്ധമൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു. അവർ പൂർണ്ണമായിട്ട് അവരെ സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അവർ ഇനി മുതൽ അങ്ങാണ് എന്നെ നയിക്കുന്നതും സമർപ്പണ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ പാടി അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പക്ഷേ ആ ക്രിസ്തീയ ജീവിതം നയിച്ച് ആ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ അവരുടെ ദൈവത്തിലുള്ള ആശ്രയം കുറേ അങ്ങ് മാറി. പിന്നെ അവർ പഴയതുപോലെ ജഡത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ ഗലാത്യർ മൂന്നാമത്തെ അവർ അങ്ങനെയുള്ളവരെ എന്താ ചോദിക്കുന്നത്? ഓ ഫൂളിഷ് ഗലേഷ്യൻസ് എന്നാണ് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. അവിടെ പറയുന്നത്, ഓ ഫൂളിഷ് ഗലേഷ്യൻസ്, ഹൂ ഹാസ് ബിവിച്ച്ഡ് യു. അത് ഒന്നാമത്തെ വചനം പറയണം, ഹൂ ഹാസ് ബിവിച്ച്ഡ് യു. ഇഷ്ടൊന്ന് വായിക്കാം, ഗലേഷ്യൻസ് 3:1. ഭോഷന്മാരായ ഗലാത്യക്കാരെ, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്. അതൊരു ജഡത്താൽ അല്ലെങ്കിൽ ഈ ലോകത്തെയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ചില കാര്യങ്ങളെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എപ്രൂവൽ അല്ല, അതിനൊരു മനുഷ്യൻ്റെ എപ്രൂവൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയിരിക്കുന്നതല്ല, പക്ഷെ മനുഷ്യൻ്റെ മുമ്പിൽ നീതിയിരിക്കപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളെ കണക്കാക്കുന്നത് എന്താണ്? ഭോഷന്മാരായിട്ടാണ്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഇന്ന് മനുഷ്യൻ ഈ ലോകത്തിൽ ചില സ്ഥാനങ്ങളും എല്ലാം ഉണ്ടാകുവാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അവരുടെ നിത്യത വരെ അവർ പണയം വയ്ക്കാൻ തയ്യാറാണ്. Are you with me? അവരുടെ നിത്യത വരെ പണയം വയ്ക്കാൻ തയ്യാറാണ്. വായിക്കുക. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഹല്ലേലൂയ. ഇത്രമാത്രം നിങ്ങളിൽ നിന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? പ്രിയപ്പെട്ട, ഇത് നിങ്ങളോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിക്കണം, എനിക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആ സ്നേഹം, ആ ആദ്യത്തെ സ്നേഹം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ദാറ്റ് ഫസ്റ്റ് ലവ്. വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം വായിക്കുകയാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതൊരു നല്ല സഭയാണ്, എഫിഷ്യസിലുള്ള സഭയാണ്. ആ സഭയോട് പറയുന്നത്, നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം എനിക്കറിയാം, നിങ്ങൾ ചെയ്യുന്ന എല്ലാം നല്ലതാണ്, പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങളുടെ ആദ്യത്തെ സ്നേഹം ഇപ്പോഴില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ആദ്യത്തെ സ്നേഹം തിരികെ വരുവാൻ വേണ്ടി നമ്മൾ തന്നെ ഒന്ന് ശ്രമിക്കണം. വി മസ്റ്റ് ടേക്ക് എൻ എഫേർട്ട്. കാരണം എല്ലാ ബന്ധങ്ങളും ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. നമ്മളെ ഒരു ബന്ധം, ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം നമ്മുടെ ഒരു പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ചില താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പുലർത്തുവാനും അത് വളർത്തുവാനും ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുമില്ലേ, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും ഇല്ലേ. നമ്മുടെ ജഡിക ജീവിതത്തിൽ നമ്മളത് ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവുമായിട്ടൊരു വ്യക്തിപരമായ സ്നേഹബന്ധം വളർത്തണം. ആ വളർത്തുന്നത് എങ്ങനെയാണ്? ദൈവമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, അത് ധ്യാനിക്കണം. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ദൈവത്തിൻ്റെ വചനം. യോശുവയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ നിയമഗ്രന്ഥം ഒന്ന് വായിച്ചേ. യു മസ്റ്റ് മെഡിറ്റേറ്റ് ഇൻ എ ഡേ ആൻഡ് നൈറ്റ് എന്നാണ് പറയുന്നത്. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം. എപ്പോഴാണ്? എപ്പോഴും. ചിലപ്പോഴാണോ? അല്ല, എപ്പോഴും. ഒന്ന് പറഞ്ഞ എപ്പോഴും. എപ്പോഴും. ഹല്ലേലൂയ. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. എപ്പോഴൊക്കെയാണ്? ഉറങ്ങുമ്പോഴും ധ്യാനിക്കണം. അതെ. ഹല്ലേലൂയ. രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. എല്ലാവർക്കും അഭിവൃദ്ധിയും വേണം, വിജയം വേണം. പക്ഷെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തയ്യാറല്ല. ദൈവം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന അതനുസരിച്ച് നമ്മൾ അനുസരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ടോക്ക് ഇനി അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വെച്ച് നമുക്കൊന്ന് അവസാനിപ്പിക്കാം, കാരണം തീരുകയില്ല. നമുക്കൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു സത്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്കിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ നിത്യത സ്വർഗത്തിലായിരിക്കും, യേശുവിൻ്റെ കൂടെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. ആഗ്രഹം തീർച്ചയായിട്ടും നമ്മൾക്ക് വേണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരിക്കൽ രക്ഷപ്പെട്ട ആ അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ആ
ആദ്യ സ്നേഹത്തിൽ മുന്നോട്ട് പോകണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരുക. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ആശ്രയമാണ്, അല്ലേ? ഞാനൊരു വ്യക്തിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ആ വ്യക്തി പറയുന്നത് എനിക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, ആ വ്യക്തി പറയുന്നതെല്ലാം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ എനിക്ക് വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അത് ആ വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നുള്ള ഒരു ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അങ്ങനത്തെ ഉറപ്പ് തരാൻ പറ്റുമെങ്കിൽ അതിനുപരി എന്തുമാത്രം നമ്മുടെ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റും. മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്ര അധികമാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം എവിടെ നോക്കുകയാണെങ്കിലും നമുക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതാണ് ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ സ്നേഹത്തിൻ്റെ നീളമോ വീതിയോ എഫിഷ്യൻസ് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ ആ സ്നേഹത്തിൻ്റെ നീളമോ വീതിയോ ആഴമോ ഉയരമോ ഒന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല. അത് ഹൃദയ മനസ്സിന് അത് ഗ്രഹിക്കാൻ പറ്റുകയില്ല. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നത് എന്താണ്? എനിക്ക് ആ സ്നേഹത്തിലൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. എന്തുകൊണ്ട്? ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഗോഡ് ലവ്സ് മീ എന്ന് പറഞ്ഞേ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഉറപ്പ് മാത്രം മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? യേശുവിലുള്ള വിശ്വാസം, പിതാവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ഒരു കോട്ടവും ഉണ്ടാകുകയില്ല. കാരണം ദൈവം എന്താണ്? ഹി ഈസ് എ റിസ്പെക്ടർ, ഹി ഈസ് എ പേഴ്സൺ ഹൂ ഈസ് എ കവണന്റ് കീപ്പിംഗ് ഗോഡ്. ഉടമ്പടി പാലിക്കുന്ന ഒരു ദൈവമാണ്, ഉടമ്പടി പാലിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോവും, പക്ഷേ എൻ്റെ വചനം മാറിപ്പോവുകയില്ല, എൻ്റെ വചനം മാറിപ്പോവുകയില്ല. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ആ വിശ്വാസം വന്ന് നമുക്ക് അങ്ങനെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം വെളിപ്പെടുത്തും, ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. കാരണം എന്താണ്? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു, നമ്മൾ അവൻ്റെ മഹത്വം ദർശിച്ചു. ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ഓരോ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. കാരണം ദൈവത്തിൻ്റെ വചനമാണ് അത്. കന്യാമറിയത്തിന് വേണ്ടി മാത്രം വെച്ചിരുന്ന ഒരു വാഗ്ദാനമല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ച ഒരു വാഗ്ദാനം കൂടിയാണ്. Whenever the word becomes flesh, it will dwell amongst us, and the glory of the word will be manifested in your life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റും. ഹാലലൂയ. നമുക്ക് ആ നല്ലവനായ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം, സ്തുതിക്കാം. നമുക്ക് ഹാലലൂയ, നമുക്കൊന്ന് എഴുന്നേറ്റ് ഹാലലൂയ. ഫാദർ, വി താങ്ക് യു ഫോർ ദിസ് ഡേ. ഈ ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് ഈ ദൂതനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പിതാവേ അങ്ങയുടെ അത്ഭുതകരമായ കരത്തിൽ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച് ചെങ്കടൽ കടത്തിയ മാത്രമല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ ആ മരുഭൂമിയിലെ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുള്ള കൃപ ചൊരിയണമേ. അങ്ങയുടെ ദയയും അനുകമ്പയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ. ഫാദർ, ഒരിക്കൽ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന, ഈ ദൂത് കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ അങ്ങയുടെ ദയയും അനുകമ്പയും അവരുടെ മേൽ ചൊരിയണമേ. പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അവരെ ഓരോരുത്തരെയും ആകർഷിക്കണമേ. ജീവനും രക്ഷകനുമായ യേശു ക്രിസ്തുവിലേക്ക് അവരെ ഓരോരുത്തരെയും ആകർഷിക്കണമേ. Father, we make this prayer in the most adorable and precious name of your son Jesus. Hallelujah. And God's people said, Amen. Amen.